2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നഗരസഭ 10ാം ഡിവിഷന്റെയും കൊച്ചിൻ പാലിയേറ്റീവ് കെയർ ടീമിന്റെയും നേതൃത്വത്തിൽ ഡോക്ടർ ടി.എൻ. ജിജുവിന് യാത്രയയപ്പ് നൽകി. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 10ാം ഡിവിഷന്റെയും കൊച്ചിൻ പാലിയേറ്റീവ് കെയർ ടീമിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച കരുവേലിപ്പടി ഗവൺമെന്റ് മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ടി.എൻ. ജിജുവിന് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ CP പൊന്നൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ബാസ്റ്റ്യൻ ബാബു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കാണുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹം അധികം സംസാരിക്കില്ല. ഓവറായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരാളോട് ഓവറായിട്ട് സംസാരിക്കാനല്ല, അങ്ങനെ സംസാരിച്ച് കയ്യിലെടുക്കാനല്ല, ജനങ്ങളെ സംസാരിച്ച് കയ്യിലെടുക്കുന്ന ഒരു വ്യക്തിയല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലേക്ക് താനെ കയറി പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ആളുകൾ എന്നോട് വന്നു. കാരണം ഞാനൊരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കരുവേലിപ്പടി ഹോസ്പിറ്റലിന്റെ കുറ്റങ്ങളും നല്ലതും എല്ലാം വന്ന് പറയുന്നത് എന്നോടാണ്. കഴിഞ്ഞ ദിവസം HNC കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നിലവിലെ സൂപ്രണ്ടിനോട് ഈ ഇവിടുത്തെ മറ്റൊരു പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് സൂപ്രണ്ടിനോട് പറഞ്ഞു, സൂപ്രണ്ട്, ഞങ്ങൾ ഇന്ന് വരെ സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടാകും, ഇന്ന് വരെ ഒരു കോള് സൂപ്രണ്ടിനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ വിളിക്കുന്നത് കൗൺസിലറിനെ, ഞങ്ങളുടെ ആവശ്യം പോലും ഞങ്ങൾ വിളിക്കുന്നത് കൗൺസിലറിനെ. മട്ടാഞ്ചേരി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CC തങ്കച്ചൻ മുഖ്യാതിഥിയായിരുന്നു. സിസ്റ്റർ സിസിലി പോൾ, ബിജു, ബെന്നി ജോസഫ് എന്നിവർ സംസാരിച്ചു. ജൂൺ 25-ാം തീയതിയാണ് ഞാനിവിടെ ചാർജ് എടുത്തത്. ഞാൻ വന്നത് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. നേരത്തെ ഞാൻ സർജറിയിലായിരുന്നില്ല, നേരത്തെ അനസ്തീഷ്യ ആയിരുന്നു നേരത്തെ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അവിടെ ചാലക്കുടി ആ സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡിന്റെ മൂർധന്യ സമയമായിരുന്നു. അപ്പോൾ അവിടെ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന, സീരിയസ് ആയിട്ടുള്ള രോഗികളെ ഉൾപ്പെടെ വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലാണ്. അവിടെ ICUവിന്റെ ചാർജ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.